ഇന്നലെ കാന്തപുരത്തിൻ്റെ കേരളയാത്രയുടെ സമാപന ദിനമായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി അവിടെ സംസാരിച്ചു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരുന്നു. അതിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമുണ്ട്. അതിലെ മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പും കാപട്യവും പാടില്ല എന്നാണ് പറയുന്നത്. അത് കോട്ട് ചെയ്ത് പറയുന്നത്, അന്ന് ശബരിമല അയ്യപ്പ സംഗമത്തിൻ്റെ സമയത്ത് വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കെട്ടിയതാണ്. അപ്പം മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷം അതിലൊരു മറുപടിയും വിമർശനവും കൂടി ചേർത്ത് പറയായിരുന്നു വി ഡി സതീശൻ അതേ വേദിയിൽ തന്നെ. അതൊരു കടുത്ത വിമർശനം കൂടിയായിരുന്നു. നിഷാദ്, എന്ത് തോന്നി ഇന്നലത്തെ ആ പ്രസംഗം കേട്ടിട്ട് വി ഡി സതീശൻ? എനിക്ക് സത്യല്ലേ, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മനുഷ്യൻ വലിയ തോതിൽ വർഗീയത പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒഴുകി പരന്ന് നടക്കുകയാണ്. അതിനെതിരെ ശക്തമായി സംസാരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നുള്ള രാഷ്ട്രീയക്കാർ ആരൊക്കെ എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പൊതുവെ നിരാശയായിരുന്നല്ലോ ഉത്തരം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട നേതാവും പ്രതിപക്ഷ നേതാവ് അദ്ദേഹം വന്നിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന സദസ്സിലിരുന്നുകൊണ്ട് പറയുകയാണ്, നമുക്ക് ആളുകളെ കാറിൽ കയറ്റാം, പക്ഷേ കയറ്റുന്നത് ആരെയാണെന്ന് നല്ല ഓർമ്മ വേണം. വിദ്വേഷം പറയുന്ന ആൾക്കാരെ നമ്മൾ കയറ്റാൻ പാടില്ല. പ്രത്യേകിച്ച് 4 വോട്ടിന് വേണ്ടി എത്ര തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ആവർത്തിച്ച് തോറ്റാലും നമ്മൾ മതനിരപേക്ഷത എന്ന ആശയത്തോട് സന്ധി ചെയ്യരുത്, വർഗീയതയെ നമ്മൾ പുൽകരുത് എന്ന് പറയാണ്. അത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇരിക്കുന്ന വേദിയിൽ ഇരുന്നു കൊണ്ടാണ് പറയുന്നത്. അവിടെ പിണറായി വിജയനുണ്ട്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇറങ്ങിയിരുന്നു. ഓക്കെ, അദ്ദേഹം പങ്കെടുത്ത വേദിയാണ്, സോറി. അപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എഴുതി കൊടുക്കുന്ന ചീട്ട് വെച്ചാണ് പിണറായി വിജയൻ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വ്യാജ വംശീയത വിളിച്ചു പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ കള്ളക്കളി കളിക്കരുത് എന്ന് സതീശൻ പറയുന്നത്. അത് പിണറായി വിജയനോട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെയുള്ള ഈ വിഷയത്തിൽ നിലപാടില്ലാത്ത മനുഷ്യരോട് പറയുന്നതാണെന്ന് ഞാൻ പറയും. പിണറായി വിജയൻ മാത്രമല്ലല്ലോ, ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ രമേശ് ചെന്നിത്തലയോട് ഞാൻ ചോദിച്ചു, വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വംശീയതയെക്കുറിച്ചുള്ള നിലപാടെന്താണെന്ന്. എല്ലാ സമുദായ നേതാക്കന്മാരോടും എനിക്ക് നല്ല ബന്ധമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ആൾക്കാരെ കാറിൽ, നിങ്ങൾ ആൾക്കാരെ ഈ വംശീയത പറഞ്ഞ ആൾക്കാരെ കാറിൽ കയറ്റുന്നത് തെറ്റായ മെസ്സേജ് അല്ലേ? ഞാൻ ആരെയും കയറ്റും, വേണമെങ്കിൽ നിങ്ങളെയും കയറ്റാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇതേ കാര്യം KC വേണുഗോപാലിനോട് പല മാധ്യമങ്ങൾ പല രൂപത്തിൽ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ഷാർപ്പായ പൊസിഷൻ പറയാനില്ല. ഞാൻ പറഞ്ഞു, നോക്കൂ, കേരളത്തിലെ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി മോഹവുമായി നടക്കുന്നവർ, മുഖ്യമന്ത്രി ആയേക്കുന്ന സ്പെക്കുലേഷൻസിൽ പേര് കേൾക്കുന്ന ആൾക്കാർ പലരും ഉണ്ട്. അതിൽ രമേശ് ചെന്നിത്തലയുണ്ട്, അതിൽ KC വേണുഗോപാലിൻ്റെ ഒക്കെ പേരുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, കേരളം ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന വർഗീയത, വംശീയത എന്ന വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട്, ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി അഡ്മിനിസ്ട്രേഷനെ വർഗീയതയുടെ പേരിൽ വിമർശിക്കുക എന്ന് പറഞ്ഞത് മാത്രമല്ല വർഗീയതയ്ക്കെതിരായ രാഷ്ട്രീയം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വംശീയതയുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, വർഗീയതയുടെ എന്തെങ്കിലും ഒരു സ്മെല്ലടിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി സംസാരിക്കാൻ പറ്റണം. അല്ലാതെ നമ്മുടെ ലോക്കൽ അധികാര സാധ്യതയെ വർഗീയത ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ വർഗീയവാദികൾ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കും എന്നാണെങ്കിൽ അവരെക്കുറിച്ച് മിണ്ടാതിരിക്കുക, മോദിയെ വിമർശിക്കുക, അതുമാത്രമല്ല പരിപാടി. മോദി എന്ന് പറയുന്ന ഒരു പ്രതീകം മാത്രമാണ്, അത് പലതരത്തിലുള്ള സംഗതികളെ ഇവിടെ പ്രവഹിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൃത്യമായ വർത്തമാനം പറയാൻ പറ്റുമോ? അതിൽ ഞാൻ കാണുന്നത് സതീശൻ വളരെ കൃത്യമായ വർത്തമാനം പറഞ്ഞു എന്ന് തന്നെയാണ്. കാരണം എല്ലാവർക്കും അറിയാം, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മനുഷ്യൻ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സതീശൻ നോക്കൂ, സതീശൻ ഇത് പറയുന്നത് എപ്പോഴാണെന്ന് ഓർക്കണം. സതീശനെ തോൽപ്പിക്കാൻ, പൊതുശത്രുവിനെ തോൽപ്പിക്കാൻ നാം ഒരുമിച്ച് ഇറങ്ങി രണ്ടാമത്തെ സാധ്യതയുള്ള ആൾക്ക് പറവൂരിൽ വോട്ട് ചെയ്യണമെന്ന് കേരളത്തിലെ ഏറ്റവും വർഗീയവാദിയായിട്ടുള്ള മുൻ പോലീസ് ഓഫീസറായിരുന്ന ഒരാൾ ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് അങ്ങനത്തെ ഒരു ഹിന്ദുത്വ ഏകീകരണത്തെ, അത് ഭൂരിപക്ഷ സമുദായത്തെ വർഗീയമായി ഏകീകരിപ്പിച്ച് എന്നെ അങ്ങോട്ട് തോൽപ്പിച്ച് കളയും എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലാണ് ആ ഹിന്ദുത്വ ഏകീകരണത്തിന് വേണ്ടി മുഖ്യധാരയിൽ പണിയെടുക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പരസ്യമായി തള്ളി പറയുന്നത്. അത് മാതൃകാപരമാണെന്ന് ഞാൻ പറയാം. സർക്കാരിനോട് പറയാനുള്ള കാര്യമാണ്. അത് ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? വെള്ളാപ്പള്ളി CPIMൻ്റെ നേതാക്കൾ, മുഖ്യമന്ത്രി അതിനെ കർശനമായ ഭാഷയിൽ തള്ളി പറയുന്നല്ലേ. മുഖ്യമന്ത്രി പല കാര്യങ്ങൾക്കകത്തും വളരെ ബോൾഡായിട്ടുള്ള പൊസിഷൻ പ്രസംഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കേരളയാത്രാ പരിപാടിയിലും അദ്ദേഹം വളരെ ബോൾഡായിട്ടുള്ള പൊളിറ്റിക്കൽ പൊസിഷൻസ് പറയുന്നുണ്ട്. അദ്ദേഹം തൃശ്ശൂരിലെ സ്കൂൾ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് സിനിമയ്ക്ക് പേരിടാൻ പോലും കഴിയാത്ത സ്ഥലമാണെന്ന് സുരേഷ് ഗോപിയുള്ള സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ബോൾഡായിട്ടുള്ള പൊസിഷൻസ് പലപ്പോഴും പറയുന്ന ആളാണ്. അദ്ദേഹം നിൽക്കുന്ന പാർട്ടി എന്നാണ്, ആ പാർട്ടിക്ക് അത് പറയാൻ കഴിയുന്ന പാർട്ടിയാണ്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ നോക്കൂ, വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമുദായത്തെ മാത്രം ആക്ഷേപിക്കുന്ന ഒന്നാണ്. ആ സമുദായത്തിന് അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ടുള്ള കൺസേൺ ഉണ്ട് എന്ന കാര്യം ഓർക്കണം. അത് മലപ്പുറത്ത് ജീവിക്കാൻ നിവൃത്തിയില്ല, മറ്റൊരു സമുദായത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെയുള്ള കള്ളം പറയാണ്. നോക്കൂ, ഞാനാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ കേരളത്തിലൊരു പ്രത്യേക ജില്ലയിൽ ഒരു പ്രത്യേക വിഭാഗം ആൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത് ആരുടെ കഴിവുകേട്? എൻ്റെ കഴിവുകേടല്ലേ? അതിന് ഞാൻ മറുപടി പറയണ്ടേ? അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഭരിക്കുന്ന കേരളത്തിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ എല്ലാം സമത്വസുന്ദരമായിട്ടാണ് പോകുന്നത് എന്നെനിക്ക് പറയാൻ പറ്റണമല്ലോ. കണക്കെങ്കിലും പറയാൻ പറ്റണ്ടേ? അതുപോലും ഗവൺമെൻറ് പറയുന്നില്ല. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ജീവിത മേഖലയിലെ മനുഷ്യരുടെ അവരെ അപരവൽക്കരിക്കാനുള്ള വലിയ ശ്രമം, അതിനെക്കുറിച്ച് അവർ പറയുന്ന പരാതികൾ, അവരുന്നയിക്കുന്ന വിമർശനങ്ങൾ, അതിനെ അവഗണിക്കുക എന്നതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും സ്വീകരിച്ചു പോകുന്ന സമീപനം. അതിൽ പിണറായി വിജയനുണ്ട്, അതിൽ MV ഗോവിന്ദനുണ്ട്, അതിൽ KC വേണുഗോപാലുണ്ട്, അതിൽ രമേശ് ചെന്നിത്തലയുണ്ട്.
അവർക്ക് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ഉള്ള സന്ദേശം കൊടുക്കുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യം ഇവിടെ പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ വിമർശിച്ചാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വെള്ളാപ്പള്ളി ആരെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അവരെല്ലാം ജയിച്ചതാണ് കേരളത്തിൻ്റെ ചരിത്രം. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്ത് വോട്ട് ചെയ്യാൻ നടക്കുന്നവരല്ല കേരളത്തിലെ ഈഴവ സമുദായം. വെള്ളാപ്പള്ളി നടേശൻ സമുദായത്തിൻ്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയെ RSSന് കൊടുത്തയാളാണെന്നും, വെള്ളാപ്പള്ളി നാട് നന്നാക്കാനല്ല RSSനെ നന്നാക്കാൻ നടക്കുന്ന ആളാണെന്നും ആ സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കറിയാം. വെള്ളാപ്പള്ളി നടേശനെ ആഞ്ഞ് വിമർശിച്ചപ്പോഴൊന്നും ആ സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ലീഡറെ കൈവിട്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം വരെയുള്ള കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ആർക്കെങ്കിലും വല്ലതും പറ്റിയോ? PM സുധീരൻ അടക്കമുള്ള ആൾക്കാർ വിമർശിച്ചതിൻ്റെ കഥയുള്ള അവരൊക്കെ ഇല്ലാണ്ടായിപ്പോയി രാഷ്ട്രീയത്തിൽ. ഇല്ല, വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ആരുടെയും പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അപ്പോൾ അതിനെ ഒരു ടൂളാക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ ചില സമീപനം എടുത്തു പോകുന്നവരാണ് എന്ന് കാണിക്കാനാണെങ്കിൽ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണപരമല്ല, അവർക്കും ഗുണപരമല്ല, തെരഞ്ഞെടുപ്പിൽ ഗുണം ഉണ്ടാക്കാൻ പോകുന്നില്ല, കേരളത്തിൻ്റെ ഒരു സാമൂഹിക ഘടനയ്ക്കും അത് അപകടകരമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ അവർക്കൊരു ഗുണവും കിട്ടിയില്ല, ഈ ലോക്കൽ ബോർഡിൽ അവർ തോറ്റുപോയില്ല. ഇനിയെങ്കിലും അവർ തിരുത്തുകയാണ് വേണ്ടത്. എനിക്കൊന്ന് അതിൻ്റെ ഒരു ഒച്ചപ്പാട് CPM കുറച്ചു തോന്നുന്നു, ഇപ്പം അതൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കേരളത്തിലെ മുഖ്യധാര പൊളിറ്റീഷ്യൻസ് വെള്ളാപ്പള്ളിയെ പോലെ ഒരു വംശീയ വിദ്വേഷ പ്രചാരകനെ എങ്ങനെ നേരിടണം, എങ്ങനെ അവഗണിക്കണം, എങ്ങനെ അകറ്റണം, എങ്ങനെ അദ്ദേഹത്തെ പോട്ടെ കുറച്ചൊരു വിശാലമായി പറയാം, എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു പൊസിഷൻ VD സതീശൻ പ്രഖ്യാപിക്കുന്നത് ശുഭകരമാണെന്ന് ഞാൻ കരുതുന്നത്. കോൺഗ്രസിനകത്തെ കാര്യം മാത്രം എടുത്താൽ കോൺഗ്രസിനകത്ത് പലതരത്തിലുള്ള മുഖ്യമന്ത്രി പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാകാനുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സീനിയോറിറ്റി മാത്രമല്ല, നിങ്ങൾ കുറേ കാലം കോൺഗ്രസിൽ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ക്യാബിനറ്റ് മെമ്പർഷിപ്പ് നിങ്ങൾക്കുണ്ടായിരുന്നു എന്നത് മാത്രമൊന്നുമല്ല. ഇന്ന് ഈ സംസ്ഥാനവും ഈ രാജ്യവും നേരിടുന്ന ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, സാമൂഹികമായ ശൈഥില്യങ്ങളുണ്ട്. അതിനോട് നിങ്ങളുടെ പൊസിഷൻ എന്താണ്? അത് വളരെ പ്രധാനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഡിസ്കസ് ചെയ്യപ്പെടുന്ന പ്രശ്നം ഈ സമൂഹത്തിലെ സമുദായങ്ങൾ തമ്മിലുള്ള ഭിന്നതയാണ്. അതിനകത്ത് നിങ്ങളുടെ പൊസിഷൻ എന്താണ്? അതിൽ പൊസിഷൻ പറഞ്ഞിട്ട് നിങ്ങൾ മുഖ്യമന്ത്രി ആയെന്ന് ഞാൻ പറയാം. അതിൽ നമുക്ക് രമേശ് ചന്ദ്രയോട് ചോദിക്കും, പൊസിഷൻ ഇല്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാവരോടും നല്ല സ്നേഹമാണ്, ബന്ധമാണെന്ന്. അങ്ങനല്ല, വംശീയത പറയുന്ന ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ ധൈര്യമുണ്ടോ? അത് ആരായാലും. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ കോൺഗ്രസിലെ തന്നെ കാൻഡിഡേറ്റ്സിനെ എടുക്കും, അതിൽ ഈ വിഷയത്തിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരാണെന്ന കാര്യം കൂടി മാർക്ക് ചെയ്യുന്നതാണിത്. മറ്റേത് പിണറായി വിജയനെ വിമർശിച്ചു എന്നത് മാത്രമല്ല, അതിനകത്ത് നിൽക്കുന്നതിനെ പൊളിറ്റിക്സ് പറയുന്നതിൽ എന്തുമാത്രം ക്ലാരിറ്റിയിൽ പറയുന്നു, എന്തുമാത്രം ക്വാളിഫൈഡ് ആണ് എന്ന കാര്യം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു പറയും. അത് പറയുമ്പോൾ ആൾക്കാർ അദ്ദേഹത്തെ വിമർശിക്കുന്നു. അദ്ദേഹം പണ്ട് RSSൻ്റെ ഒരു പരിപാടിയിൽ പോയി അവിടെ ഈ RSS വരച്ച് വെച്ചിരിക്കുന്ന ഭാരതമാതാവ് എന്ന കോൺസെപ്റ്റിന് മുമ്പിൽ വിളക്ക് കൊടുത്തിരുന്നത് തെറ്റായ കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം ഞാൻ പോയി അങ്ങനെ ഇനിയും വിളക്ക് കൊടുത്തുമെന്ന് പ്രഖ്യാപിക്കുന്ന ആളല്ല. ഇപ്പോഴും ഒരു ചാൻസ് കിട്ടിയാൽ വിളക്ക് കൊടുത്താൻ പോകുന്ന ആളല്ല. നമുക്ക് ചരിത്രത്തിൽ എമ്പാടും സംഗതികൾ മോശം ചെയ്തു പോയ ആൾക്കാരുണ്ട്. 2014 മുമ്പത്തെ ഇന്ത്യയാണോ 2014 ശേഷമുള്ള ഇന്ത്യ? 2014 മുമ്പുണ്ടായിരുന്ന പലതരത്തിലുള്ള ഡൈനാമിക്സും നമ്മുടെ സൊസൈറ്റിയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിലെ പിഴവുകൾ ആവർത്തിക്കാതിരിക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടിയായി മാറട്ടെ VD സതീശൻ്റെ ഇന്നലത്തെ പ്രഖ്യാപനം. RSSുമായിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ടും ഒരു നിലയ്ക്കുമുള്ള കോംപ്രമൈസും ഉണ്ടാവില്ല എന്ന പ്രഖ്യാപനമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് മാറുന്നെങ്കിൽ മാറട്ടെ തന്നെ പറയാം. ഇപ്പോൾ അങ്ങനെ ചരിത്രത്തിലെ പിഴവുകൾക്ക് നിങ്ങൾ ഉദാഹരണം പറഞ്ഞേ പറ്റുന്നതെങ്കിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന മൊത്തത്തിൽ കുഴപ്പമാണ് എന്ന് CPIM പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CPIMന് ചരിത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമുണ്ടായിരുന്നതിനെക്കുറിച്ച് ഇപ്പോഴും എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സംഘടനയുമായി ബന്ധപ്പെട്ട് CPIMൻ്റെ നേതാക്കൾ നടത്തിയിട്ടുള്ള, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാർ നടത്തിയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് അവർക്കെല്ലാം പറയാനുണ്ട്. ഇപ്പോൾ ഈ ചരിത്രത്തിലെ ഓഡിറ്റ് എപ്പോഴും വേണമെന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ആ സംഭവം സമ്പൂർണ്ണമായും സതീശൻ്റെ ഇപ്പോഴത്തെ പ്രസംഗത്തെ റദ്ദ് ചെയ്യുന്നതാണെന്ന് പ്രചരിപ്പിക്കുന്നതിൽ എനിക്കൊന്നും മാത്രം കഥയുണ്ടെന്ന് അറിയില്ല. നമ്മളിപ്പോൾ നേരിടുന്ന ക്രൈസിസിൽ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ മതനിരപേക്ഷതയുടെ കൂടെ, സാമൂഹിക സൗഹാർദ്ദത്തിൻ്റെ കൂടെ, സമുദായ സൗഹാർദ്ദത്തിലൂടെ ആര് നിൽക്കുന്നു എന്ന ചോദ്യത്തിൽ എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതൊരു ട്രെൻഡാവട്ടെ എന്ന് ഞാൻ പറയും. ഒരു ചടങ്ങുണ്ടല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ പെരുന്നയിലേക്കും വെള്ളാപ്പള്ളിയുടെ അടുത്തേക്കും ഒക്കെ പോയി കാണുന്നത്. അപ്പോൾ അത് ഇത്തവണ പ്രതീക്ഷിക്കേണ്ട എന്ന് പ്രതീക്ഷിക്കാമോ ഈ VD സതീശൻ്റെ പ്രതികരണത്തിൽ? അത് ഈ VD സതീശൻ്റെ രാഷ്ട്രീയം, ഞാൻ VD സതീശൻ്റെ ആ വ്യക്തിപരമായ പേര് തന്നെ പറയുകയാണ്. ആ രാഷ്ട്രീയം അദ്ദേഹം രൂപം കൊള്ളുന്നു. ഇപ്പോൾ നിഷാദ് പറഞ്ഞല്ലോ, 2006 RSSൻ്റെ പരിപാടിയിൽ പോയി പങ്കെടുത്ത് ഗുരുജി ഗോൾവാക്കറുടെ മുമ്പിൽ ലൈറ്റ് തെളിയിച്ച, അവരുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ തൃശ്ശൂരിൽ പോയി പങ്കെടുത്ത ആളാണ് സതീശൻ. അപ്പോൾ സതീശൻ, K മുരളീധരൻ, രമേശ് ചെന്നിത്തല, ഇവർ 2014 മുമ്പ് ഇവരൊക്കെ പുലർത്തിക്കൊണ്ടുവന്നൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് അവർക്കും മാറ്റം വന്നിട്ടുണ്ട്. ചെന്നിത്തലയ്ക്ക് പോലും മാറ്റം വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 2014 മുമ്പുള്ള ചെന്നിത്തല അല്ല ഇപ്പോൾ ഉള്ള ചെന്നിത്തല. അപ്പോൾ ഈ രാഷ്ട്രീയ മാറ്റം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കോൺഗ്രസിൻ്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. അതായത് BJP മോദി അധികാരത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസ് ഇന്ത്യയിലെമ്പാടും നേരിടുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. കേരളത്തിൽ അവർ നേരിട്ടൊരു ക്രൈസിസ് ഉണ്ട്.
ആ ക്രൈസിസ് മറികടക്കാനുള്ള വഴി എന്താണെന്ന് നോക്കുമ്പോൾ അവർക്ക് മുമ്പിലുള്ള ഒരു ഉത്തരവാണ് ഫാഷിസ്റ്റ് വിരുദ്ധരാവുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരേ ഒരു വഴി. അന്ന് അവർ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ സംഘി എന്ന് വിളിച്ചാക്ഷേപിച്ചിരുന്ന കാലമുണ്ടായിരുന്നു 2014 മുമ്പ്. അത് അങ്ങനെ വിളിക്കാൻ ഇടയാക്കിയ ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ ആളുകൾ വിളിക്കുന്നത്. പക്ഷേ ചെന്നിത്തല പോലും അതിൽ മാറിയിട്ടുണ്ട്. അവിടെയാണ് വി.ഡി. സതീശൻ കുറേ കൂടി ക്ലാരിറ്റി ഉള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചെന്നിത്തലയ്ക്കും കെ.സി. വേണുഗോപാലിനും ക്ലാരിറ്റി ഇല്ലാത്തത്, വെള്ളാപ്പള്ളി വിഷയത്തിലാണെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും വിചാരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ വോട്ട് തരുമെന്നാണ്. അതായത് അദ്ദേഹം വോട്ട് തരുന്ന ഒരു യന്ത്രമല്ല എന്ന് അദ്ദേഹം പല തെരഞ്ഞെടുപ്പിലും തെളിയിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ വോട്ട് തരുന്ന യന്ത്രമല്ല. അദ്ദേഹം പറയുന്ന സ്ഥാനാർത്ഥി തോക്കുകയും അദ്ദേഹം തോൽപ്പിക്കാൻ ആവശ്യപ്പെടുന്നവർ ജയിക്കുകയും ചെയ്ത എത്രയോ ഉദാഹരണങ്ങൾ അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴുള്ളൊരു സവിശേഷ സാഹചര്യം, അതായത് കേരളം മാറിയതിൻ്റെ ഒരു സാഹചര്യം, ഈ സമുദായ സംഘടനകൾ പറയുന്നിടത്ത് വോട്ടില്ല. സമുദായ സംഘടനകൾ പറയുന്നിടത്ത് എല്ലാ ആളുകൾ വോട്ട് ചെയ്യുന്നുള്ളത് പല തെരഞ്ഞെടുപ്പുകളിൽ തെളിയിക്കപ്പെട്ടതാണ്. സമുദായ സംഘടനകളേക്കാൾ കുറേ കൂടി ഇൻഫോംഡ് അല്ലെങ്കിൽ മിസ്ഇൻഫോംഡോ ആയിട്ടുള്ള വോട്ടർമാരാണ് കേരളത്തിലുള്ളത്. ഇൻഫർമേഷന് ഒരു കുറവുമില്ല, അല്ലെങ്കിൽ ഒരാളെ വോട്ട് ചെയ്യാൻ മറ്റാരെങ്കിലും ഗൈഡ് ചെയ്യണമെന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. കാരണം നമ്മൾ വോട്ടർമാരിൽ ബഹുഭൂരിഭാഗവും ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്. ഇനി അതിൽ താല്പര്യമില്ല എന്നുള്ള വേറെ കാര്യം. എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറയുന്നവരുണ്ടാകാം, പക്ഷേ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇൻഫോംഡോ മിസ്ഇൻഫോംഡോ ആണ്. തെറ്റായ രീതിയിൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാകാം, ശരിയായ രീതിയിൽ ഇൻഫർമേഷൻ ഇല്ലാത്തവരല്ല വോട്ടർമാർ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഫോംഡ് ആയിട്ടുള്ള വോട്ടർമാർക്ക് അറിയാം എവിടെ വോട്ട് ചെയ്യണം എന്നുള്ളത്, എന്തിന് വോട്ട് ചെയ്യണം, എവിടെ വോട്ട് ചെയ്യണം എന്ന് അവർക്കറിയാം. അതിൽ ഏതെങ്കിലും ഒരു സാമുദായിക ആചാര്യൻ്റെയോ സമുദായ നേതാവിൻ്റെ ആഹ്വാനം കാതോർത്ത് നിൽക്കുന്നവരല്ല വോട്ടർമാർ എന്നുള്ള ഒന്നാമത്തെ കാര്യം. ഇത് സതീശൻ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോഴത്തെ ട്രെൻഡ് ആളുകൾ എന്ത് ചിന്തിക്കുന്നത് അത് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടാണ് അതിശക്തമായ ഫാഷിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി. വർഗീയതയോടെ ഒരു തരത്തിലും സന്ധിയാവാതിരിക്കുക, ഹെയ്റ്റ് സ്പീച്ച് നടന്നവരെ തള്ളി പറയുക എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിക്കുന്ന രീതി. അതിലും അദ്ദേഹത്തിന് വീഴ്ചകൾ വരുന്നുണ്ട്. ഒരു വിദ്വേഷ യൂട്യൂബറെ അദ്ദേഹം ഒരു വിരുന്നിലേക്ക് ക്ഷണിക്കുന്ന ഫോട്ടോ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അടുത്ത കാലത്താണ്, കഴിഞ്ഞ വർഷം നടന്ന കാര്യമാണ്. അതിൽ വീഴ്ച വന്നിട്ടില്ല എന്നല്ല, പക്ഷേ അദ്ദേഹം മനസ്സിലാക്കുന്നൊരു കാര്യം അത് അതിശക്തമായ ഫാഷിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ ജനം തങ്ങൾക്ക് വോട്ട് ചെയ്യും, യുവാക്കൾ വോട്ട് ചെയ്യും. കാരണം കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ഉണ്ടാകുന്നൊരു മാറ്റം ഇത്തരത്തിലുള്ള നെഗറ്റീവ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ, വർഗീയത പറയുക, വിദ്വേഷം പ്രചരിപ്പിക്കുക, എന്നിട്ട് വോട്ട് ചോദിക്കുക, അതിനോട് വിപ്രതിപത്യമുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറയുന്ന യുവാക്കൾക്കിടയിൽ പോലും ഈ ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്നതിനോട്, വിദ്വേഷം പറയുന്ന യുവാക്കൾക്കിടയിൽ വലിയ വിപ്രതിപത്യമുണ്ട്. ആ വോട്ട് ബാങ്കിനെയാണ് സതീശൻ അഡ്രസ്സ് ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. കേരളത്തിൽ ആ മാറ്റം എന്ത് ചെയ്യുന്നു, സതീശൻ സെൻസ് ചെയ്യുകയാണ്. എന്ത് പറഞ്ഞാൽ ജനങ്ങളെ സ്വാധീനിക്കുന്നു സതീശൻ അറിയാം. അതല്ല ഇനിയിപ്പോൾ ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും പറയുന്ന പോലെ ഒരു അഴകുഴമ്പൻ, അടൂർ പ്രകാശ് പറയുന്ന ഒരു അഴകുഴമ്പൻ നിലപാട് വർഗീയതയോടും ഫാഷിസത്തോടും കാണിക്കുക എന്ന് വെച്ചാൽ അത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, അത് ഡീബങ്ക് ചെയ്യപ്പെടും, ആളുകൾ കളിയാക്കും, ട്രോൾ ചെയ്യപ്പെടുന്ന അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു വെച്ചാൽ ജനങ്ങൾ സ്വീകരിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സതീശൻ അത് പറയുന്നത്. അതിലേക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടി അണികളെയും നേതാക്കളെയും കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് 2020-21 കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ഒരു ഹെയ്റ്റ് സ്പീച്ച്, ആ ഹെയ്റ്റ് സ്പീച്ച് വഴി ഉണ്ടായിരുന്ന സാമുദായിക ധ്രുവീകരണം, അതിൻ്റെ തീവ്രത ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമുദായങ്ങൾക്കിടയിൽ കാലുഷ്യം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. നമ്മളൊന്ന് ആലോചിക്കുക, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതിനുശേഷമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ വർഗീയ പ്രസംഗം നടത്തിയിട്ടുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും തുടക്കം കുറിച്ച്, പിന്നീട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വരെയുള്ള ഇടവേളയിൽ വലിയ തോതിൽ അദ്ദേഹം ഹെയ്റ്റ് സ്പീച്ച് നടത്തി. അത് ഒരിടത്തും ബാധിച്ചിട്ടില്ല. അപ്പോൾ ഈ നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ, ഹെയ്റ്റ് സ്പീച്ചിൻ്റെ, വർഗീയ രാഷ്ട്രീയത്തിൻ്റെ സമയം കഴിഞ്ഞു. ആളുകൾ അതൊക്കെ മടുത്തു. ആളുകൾക്ക് റിയൽ ഇഷ്യൂ ആണ് പ്രധാനമെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ ഇത് ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രതികരണമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. പക്ഷേ ദൗർഭാഗ്യകരം, ദുഃഖകരം എന്ന് പറയുന്നൊരു കാര്യം, പല തെരഞ്ഞെടുപ്പുകളിൽ പ്രയോഗിച്ച് പരാജയപ്പെട്ടൊരു കാര്യം പിന്നീട് ആവർത്തിച്ച് ഉപയോഗിക്കാൻ വേണ്ടി CPM ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഹേറ്റ് സ്പീച്ച് തങ്ങൾക്ക് വോട്ട് കൊണ്ടു തരും, ആൾക്കിടയിൽ വിഘടനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വോട്ട് തരും എന്നുള്ള, അല്ലെങ്കിൽ ധ്രുവീകരണം ഉണ്ടാക്കിയാൽ വോട്ട് തരും എന്നുള്ള പരാജയപ്പെട്ടൊരു സിദ്ധാന്തം അവർ ഫോളോ ചെയ്യുകയാണ്. ഒരു പക്ഷേ അത് അവർ ഉപേക്ഷിച്ചേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വരുന്ന മാസം എന്ന് പറഞ്ഞാൽ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ആ സമയങ്ങളിൽ അവരത് ഉപേക്ഷിച്ചേക്കാം. പക്ഷെ പുതിയതായി അവരെന്ത് കൊണ്ടുവരും എന്നുള്ളതും കാത്തിരിക്കേണ്ടതാണ്. എന്താണ് പുതിയ തന്ത്രം? അതായത് വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരെ അവരുടെ ഭൂതകാലം പറഞ്ഞ് ആക്രമിക്കുക. നിങ്ങൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഉണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്
അതുകൊണ്ട് മാത്രം അത് മറികടക്കാൻ കഴിയില്ല. അത് ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ ദേശീയ രാഷ്ട്രീയത്തെ തന്നെ എടുത്തു നോക്കുക. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, 2014 മുതൽ 2024 വരെയുള്ള സമയത്ത് ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിനുണ്ടായിരുന്ന ഒരു ആധിപത്യം ഇപ്പോഴില്ല എന്നുള്ളതാണ്. മോദിയുടെ പോലും ജനപ്രീതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഴയതുപോലെ മോദി എന്ന് ജനം കൂട്ടാർത്ത് വിളിക്കുന്നില്ല. മോദിക്ക് വേണ്ടി ട്രോളുകൾ സമയം ചെലവഴിക്കുന്നില്ല. മോദി എന്നൊരു ബിംബം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ അങ്ങനെ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായൊരു പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് ഇല്ല. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെ ഫ്രോഡ് പോലും ചോദ്യം ചെയ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറി 2024 ശേഷം ഉണ്ടായ പ്രതിഭാസമല്ല. 2014 ശേഷം 2021 വരെയുള്ള കാലത്ത് പല ഘട്ടങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പോലും വോട്ട് ചോരി ഒരു പ്രശ്നമായ ആളുകൾക്ക് തോന്നുന്നത് പോലെ എന്താണ്, ഈ പറയുന്നൊരു പോപ്പുലാരിറ്റി BJPക്കും മോദിക്കും കുറഞ്ഞിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ BJPക്കും വലതുപക്ഷ രാഷ്ട്രീയത്തിനും വിദ്വേഷത്തിനും ഹെയ്റ്റ് സ്പീച്ചിനൊക്കെ ജനപിന്തുണ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അത് കേരളത്തിൽ ആപ്ലിക്കബിളാണ്. കേരളത്തിൽ ജനങ്ങൾക്ക് അത് ഇഷ്ടമാണെന്ന് കരുതുന്നത് വലിയ മൗഢ്യമാണ്. അത് തിരിച്ചറിഞ്ഞു എന്നുള്ളത് മാത്രമാണ് സതീശൻ ചെയ്യുന്ന കാര്യം. അതിനർത്ഥം സതീശൻ എല്ലാ കാലത്തും എന്താണ്, വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരാളോ ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളിയോ അല്ല. അദ്ദേഹം തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമാണ്.